വെൽക്കം ടു റൈറ്റ് ടൈം ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ 100 ദിവസമായിരിക്കുകയാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 100 ഡേയ്സ് ആവുന്നു. 100 ഡേയ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും മുടി വന്നിട്ടുണ്ട്, ഗ്രോത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 100 ഡേയ്സ് എന്ന് പറയുമ്പോൾ 3 മാസവും 10 ദിവസമായിട്ടുണ്ട്. അറിയാലോ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 6 മാസമൊക്കെ ആകുമ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. ബട്ട് ഇപ്പോൾ എനിക്കൊരു 7th ഗ്രേഡ് ബാൽഡായിരുന്നു. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയാണ്. എല്ലായിടത്തും മുടി വന്നിട്ടുണ്ട്. കുറച്ച് ഉള്ളിൽ വരാനുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വരണമെങ്കിൽ ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഹെയർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 വർഷവും 2 മാസം ആകുമ്പോഴാണ് ഫുൾ റിസൾട്ട് കിട്ടുന്നത് നമുക്ക്. ഞാൻ മൊത്തത്തിൽ 4500 ഗ്രാഫ്റ്റോളം നട്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇതാണിപ്പോൾ നിലവിലുള്ള ആ ഒരു റിസൾട്ട്. എനിവേ ഞാൻ ഹാപ്പിയാണ്, കാരണം അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഇത്, ഹെയർ ട്രാൻസ്പ്ലാന്റ്. മടിച്ച് നിൽക്കാതെ, ആരും സർജറി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഭയം വേണ്ട. കാര്യമായിട്ട് പറയുകയാണ്, 0 പെയിനാണ്. അനസ്തേഷ്യ തരുമ്പോൾ മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് പെയിൻ വരുന്നത്. അതിനുശേഷം നമുക്ക് പെയിനൊന്നും ഉണ്ടാവില്ല, നമ്മളൊന്നും അറിയില്ല. അത് കഴിഞ്ഞാലും നമുക്കൊരു നീരോ കാര്യങ്ങളോ എനിക്കങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം തലവേദന, ഒരുപാട് പേര് നെഗറ്റീവ് പറയാം, ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾ പോയി ചെയ്യേണ്ടതാണ്. ഇതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. എനിവേ ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും പോയി ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 3 മാസം ആകുമ്പോൾ, ഒരു ഏകദേശം ഒരു 100 ദിവസം ആകുമ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണും. അത്യാവശ്യം മുടി വന്നിട്ടുണ്ട്. എങ്ങനെ ആയാലും ഇപ്പോൾ ഷെഡിങ് ഫേസ് ആണ് എങ്കിൽ പോലും എനിക്ക് ഷെഡിങ് ഫേസ് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആവും. അപ്പോൾ ആരും മടിച്ച് വയ്ക്കാതെ എല്ലാവരും പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഒരു നിർദ്ദേശം കൂടി, നല്ല ക്ലിനിക്കിൽ മാത്രം പോയി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പൈസ കുറവാണ്, ഇതാണെന്നൊക്കെ പറയും. ആരും പോയി നിൽക്കേണ്ട, തല വെച്ച് കൊടുക്കരുത്. നല്ല സർജന്മാർ മാത്രം ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. അല്ലാതെ ക്ലിനിക് സ്റ്റാഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുളമാവാനാണ് ചാൻസ്, എയർലൈനൊക്കെ മോശമാവും. എനിവേ ഞാൻ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ. ഇപ്പോൾ 100 ദിവസം കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. സൈനിങ് ഓഫ്, അബി.